വീണ്ടും വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കർത്താവിന് നന്ദി പറയുന്നു. ഇന്നത്തെ വചനം മാർക്കോസ് 10:18. യേശു അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? ദൈവം ഒരുവനല്ലാതെ നല്ലവനായി ആരും ഇല്ല. മാർക്കോസ് 10:18. യേശു അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത്? ദൈവം ഒരുവനല്ലാതെ നല്ലവനായി ആരും ഇല്ല. ദൈവം മനുഷ്യരൂപം പൂണ്ട് ഭൂമിയിലേക്ക് അയച്ച ക്രിസ്തുവാണ് പറയുന്നത്, ദൈവമല്ലാതെ നല്ലവനായി ആരുമില്ല. ക്രിസ്തുവിനെ നല്ലവനെന്ന് ഒരാൾ വിളിച്ചപ്പോൾ ക്രിസ്തു പറയുന്നതാണ്, ദൈവമല്ലാതെ ആരും നല്ലവനായി ഇല്ല. അതുപോലെ തന്നെ ബൈബിളിൽ വേറെ ഒരിടത്തും പറയുന്നു, പാപം ചെയ്യാത്തവരായി ആരുമില്ല. അപ്പോൾ ബൈബിള് നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പെർഫെക്ഷന് വേണ്ടി അല്ലെങ്കിൽ പാപമില്ലാത്ത ഒരു തരി പോലും പാപമില്ലാത്ത ഒരു അവസ്ഥയ്ക്ക് വേണ്ടി നിരന്തരം ശ്രമിച്ചാൽ അത് വളരെ ദുഃഖകരമായിരിക്കും. കാരണം ഇറ്റ് ഈസ് ഇംപോസിബിൾ. ഒരു സാധാരണ മനുഷ്യന് ഒട്ടും പാപമില്ലാത്ത ഒരാളായി ജീവിക്കാൻ സാധിക്കുകയില്ല. ഇന്നെനിക്ക് മനസ്സിലാകുന്നു, ഞാൻ ഒരിടയ്ക്ക് ഭയങ്കര ഫ്രീക്വൻ്റ് ആയിട്ട് കുമ്പസാരിക്കുമായിരുന്നു. കുമ്പസാരിച്ച് കഴിഞ്ഞ് നമുക്കറിയാം, കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മൾ ഒത്തിരി പാപങ്ങൾ, വലിയ പാപങ്ങളല്ല എന്നാലും പാപങ്ങൾ നമ്മൾ ചെയ്യുന്നു. ഒരിക്കൽ കുമ്പസാരിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ പുരോഹിതൻ എന്നോട് ചോദിച്ച, ഇത്തിരി അസഹിഷ്ണുവായി എന്നോട് ചോദിച്ചൊരു ചോദ്യം, നീ മനുഷ്യനോ അതോ മാലാഖയോ? ഇന്ന് അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നു. കാരണം ഒരു സാധാരണ മനുഷ്യന് പൂർണ്ണത പ്രാപിക്കാൻ സാധ്യമല്ല. പാപമില്ലാത്ത അവസ്ഥയിൽ അധിക നേരം അല്ലെങ്കിൽ അധിക ദിവസങ്ങൾ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഇപ്പോൾ വിശുദ്ധ പാദ്രോപ്പിയ എല്ലാം പറഞ്ഞിരിക്കുന്നത്, അടച്ചിട്ട മുറികളിൽ പോലും പൊടിയുണ്ടാകും, അത് ഇടയ്ക്കിടെ അടിച്ചു വാരേണ്ടിയിരിക്കുന്നു. അപ്പൊ ഈ ഒരു തിരിച്ചറിവ്, ഞാനും എല്ലാം തികഞ്ഞവനല്ല, ഞാനും പാപിയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ്, ഞാനും കണ്ടമാനം കുറവുകളുള്ള ഒരു മനുഷ്യനാണ് എന്ന തിരിച്ചറിവ് മറ്റുള്ളവരുടെ കുറവുകളെ ക്ഷമിക്കാൻ നമുക്ക് പ്രേരകമാകും. കർത്താവ് തന്നെ പറഞ്ഞിട്ടില്ലേ, സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം എടുത്തു മാറ്റുക ആദ്യം. അപ്പോൾ നിനക്ക് കൂടുതൽ കാഴ്ച കിട്ടും. അപ്പോൾ നിനക്ക് മറ്റുള്ളവരുടെ കണ്ണുകളിലെ തടിക്കഷ്ണങ്ങൾ അല്ലെങ്കിൽ കരട് എടുത്തു മാറ്റാൻ സാധിക്കുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു. ഈ വചനം ആകാശത്തിന് കീഴെ പാപമില്ലാത്തവരായി ആരുമില്ല, എല്ലാവരും പാപികൾ. ഈ പാപികളുടെ ഒരു കൂട്ടായ്മ, ഞാനും പാപിയാണ്, ഞാനും മറ്റാരേക്കാളും
എന്ന തിരിച്ചറിവ്, ഞാനും പാപിയാണ്, ആകാശത്തിന് കീഴിലുള്ള എല്ലാ മനുഷ്യരും ഇംപെർഫെക്റ്റ് ആണ്, ക്രിസ്തുവിൻ്റെ മുമ്പിൽ പാപക്കറയില്ലാതെ നിൽക്കാൻ പറ്റിയ ആരും തന്നെ ഇല്ല എന്നുള്ള തിരിച്ചറിവ് നമുക്ക് തന്നെ ആശ്വാസപ്രദം. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരുടെ കുറവുകളും പൊറുക്കാനായിട്ട് എളുപ്പമായി തീരും. ഇത് ഈ ലോകത്തിൻ്റെ നിയമത്തിനെതിരാണ്. ലോകത്തിൽ നമ്മളെപ്പോഴും ഒരു എപ്പോഴും നമ്മൾ പറയുന്നത് ഐ ആം ഓക്കെ ആൻഡ് യു ആർ ഓക്കെ. ഇവിടെ നമ്മൾ പറയുന്നത് ഐ ആം നോട്ട് ഓക്കെ ആൻഡ് യു ആർ ഓൾസോ നോട്ട് ഓക്കെ. സാരമില്ല. അതാണ് റിയാലിറ്റി. ഈ ഒരു തിരിച്ചറിവിലേക്ക് മറ്റുള്ളവരുമായി കൂടുതൽ സ്നേഹത്തിൽ വർത്തിക്കുവാൻ ഈ തിരിച്ചറിവ് നമ്മളെ സഹായിക്കട്ടെ. ഞാനും പൂർണ്ണനല്ല, നിങ്ങളും പൂർണ്ണരല്ല. That is okay. I love you because God loves me with all my imperfections. Amen.